ഇതാ നമ്മുടെ 2025 SSLC റിസൾട്ട് ഒക്കെ വന്നു. വളരെയധികം സന്തോഷത്തോടെ കുട്ടികളൊക്കെ മെസ്സേജ് കണ്ട് വളരെ മനസ്സ് നിറഞ്ഞിരിക്കുകയാണ് ഞങ്ങൾ ടീച്ചേഴ്സ് ഒക്കെ. പക്ഷെ ഞങ്ങൾക്ക് ഇതിലും വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളെയൊക്കെ നേരിട്ട് വന്ന് കണ്ട് കൺഗ്രാജുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളെല്ലാം വെയിറ്റ് ചെയ്തിരിക്കുന്ന നമ്മുടെ SSLCന്റെ സൈലം എക്സലൻസ് അവാർഡ് വരാൻ പോവുകയാണ്. അപ്പം നിങ്ങളെയൊക്കെ നേരിട്ട് കണ്ട് അനുമോദിക്കാനും നിങ്ങൾ തമ്മിൽ നമ്മൾ ഒരു വർഷം എങ്ങനെ പോയി, എന്തൊക്കെ പഠിച്ചു, എങ്ങനെയൊക്കെ എഫേർട്ട് എടുത്തു, അതിൻ്റെ ഒക്കെ റിസൾട്ട് നമുക്കിപ്പോൾ കിട്ടിയിട്ടുണ്ട്. അപ്പം അതൊക്കെ നമുക്ക് ഒന്നിച്ച് നേരിട്ട് കണ്ട് ഒന്ന് ആഘോഷിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ സൈലം എക്സലൻസ് അവാർഡ് വരാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ 12-ാം തീയതി നമ്മൾ പല വിവിധ ജില്ലകളിലായിട്ട് വിവിധ സെൻറ്ററുകളായിട്ടാണ് ഇപ്രാവശ്യം എക്സലൻസ് അവാർഡ് കണ്ടക്ട് ചെയ്യുന്നത്. കുട്ടികൾക്ക് വരാനുള്ള സൗകര്യം, പാരൻസിനൊക്കെ വന്ന് മീറ്റ് ചെയ്യാനുള്ള കൺസേൺ ഒക്കെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ 12-ാം തീയതി ആദ്യത്തെ എക്സലൻസ് അവാർഡ് കണ്ടക്ട് ചെയ്യുന്നത് നമ്മുടെ മഞ്ചേരിയിലേക്കാണ്. അപ്പം മലപ്പുറത്തുള്ള കുട്ടികൾക്കൊക്കെ നമ്മുടെ മഞ്ചേരിയിലേക്ക് വരാവുന്നതാണ്. 12-ാം തീയതിയാണ് നമ്മുടെ ജയശ്രീ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് ഈ ഒരു അവാർഡ് ഫംഗ്ഷൻ നടക്കുന്നത്. അപ്പം SSLCയിൽ നല്ല വിജയം കൈവരിച്ച എല്ലാ കുട്ടികളും അങ്ങോട്ട് വരണം, നമുക്ക് നേരിട്ട് കാണണം, നമുക്ക് അടിച്ച് പൊളിക്കേണ്ടതായിട്ടുണ്ട്. ഇനി ഇത് കൂടാതെ തന്നെ 13-ാം തീയതി നമ്മുടെ അടുത്ത എക്സലൻസ് അവാർഡ് കണ്ടക്ട് ചെയ്യുന്നത് ബാലുശ്ശേരിയിലാണ്. ഇപ്പോൾ കോഴിക്കോട് വരുന്ന എല്ലാ കുട്ടികളും എന്ത് ചെയ്യണം, നമ്മുടെ ബാലുശ്ശേരി ഗ്രീൻ അറീനയിലാണ് വരേണ്ടത്. അപ്പം അവിടെയാണ് നമ്മുടെ അടുത്ത എക്സലൻസ് അവാർഡ് നടക്കുന്നത്. 13-ാം തീയതി തന്നെ അടുത്തത് രണ്ടാമത്തെ സെൻറ്റർ എന്ന് പറയുന്നത് കൊയിലാണ്ടി സൂരജ് ഓഡിറ്റോറിയത്തിലാണ്. അപ്പോൾ കൊയിലാണ്ടി വെച്ചിട്ടാണ് നമ്മൾ അടുത്ത ഒരു എക്സലൻസ് അവാർഡ് നടത്തുക. അപ്പം നമ്മൾ ടീച്ചേഴ്സും കുട്ടികളൊക്കെ ഒന്നിച്ച് ആർമാദിക്കാനുള്ളൊരു ദിവസമാണ്. നിങ്ങളെയൊക്കെ നേരിട്ട് കാണാൻ ഞങ്ങൾ വളരെയധികം വെയിറ്റിംഗ് ആണ്. പിന്നെ 13-ാം തീയതി തന്നെ നമ്മൾ പെരിന്തൽമണ്ണയും കൂടെ അലങ്കാർ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തുന്നുണ്ട്. അപ്പം മലപ്പുറത്ത് തലേദിവസം വരാൻ കഴിയാത്ത കുട്ടികളുണ്ടെങ്കിൽ പെരിന്തൽമണ്ണയാണ് കുറച്ചുകൂടി സൗകര്യമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, 13-ാം തീയതി പെരിന്തൽമണ്ണ അലങ്കാർ ഓഡിറ്റോറിയത്തിലാണ് എത്തിച്ചേരേണ്ടത്. അപ്പം ഞങ്ങളൊക്കെ നിങ്ങളെ കാണാൻ വെയിറ്റിംഗ് ആയിരിക്കും. പിന്നെ അടുത്തത് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത് വെച്ചാൽ 14-ാം തീയതിയാണ്. മെയ് 14-ാം തീയതി പേരാമ്പ്രയിലും അതുപോലെ തന്നെ തലശ്ശേരിയിൽ. അപ്പോൾ കോഴിക്കോട് കുറച്ചുകൂടെ ഉള്ളിലേക്ക് ഉള്ള കുട്ടികൾക്ക് വരാൻ ബുദ്ധിമുട്ടുള്ള, ബാലുശ്ശേരിയിലൊക്കെ വരാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് വേണ്ടിയിട്ട് പേരാമ്പ്ര നമ്മൾ എക്സലൻസ് അവാർഡ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. പേരാമ്പ്രയിൽ DV ദക്ഷിണാമൂർത്തി ഓഡിറ്റോറിയത്തിലാണ്. അപ്പോൾ 14-ാം തീയതി പേരാമ്പ്രക്കാർ അവിടെ ചുറ്റുപാടിലുള്ള സ്കൂളുകളിലൊക്കെ പഠിക്കുന്ന കുട്ടികളൊക്കെ പേരാമ്പ്രയിലേക്ക് വരിക. അവിടെ ഞങ്ങൾ കാണാൻ, നിങ്ങളെ നേരിട്ട് കാണാൻ എത്തുന്നുണ്ടാകും. ആൻഡ് നമ്മുടെ കണ്ണൂർക്കാർക്ക് വേണ്ടിയിട്ട് നമ്മൾ തലശ്ശേരി ബാങ്ക് ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് എക്സലൻസ് അവാർഡ് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ ഓരോ ജില്ലകളിലായിട്ട് നിങ്ങൾക്കൊക്കെ എത്തിച്ചേരാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ സെൻറ്റേഴ്സ് അവൈലബിൾ ആക്കിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും വരിക, നിങ്ങളൊക്കെ കാണാൻ കാത്തിരിക്കുകയാണ്. നമുക്ക് ഈ ഒരു വിജയം ആഘോഷമാക്കണം. നിങ്ങളെപ്പോലെ ഇനി പഠിക്കാൻ വരുന്ന 10-ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് നിങ്ങളുടെ ഈ വിജയവും നിങ്ങളുടെ എഫേർട്ടും അതുപോലെ തന്നെ നമ്മൾ ഒന്നിച്ചൊരു ടീമായിട്ട് വർക്ക് ചെയ്തതും ഇനി വരുന്ന കുട്ടികൾക്കൊരു വലിയ പ്രചോദനം തന്നെയാണ്. സോ നിങ്ങളൊക്കെ കാണാൻ വളരെ സന്തോഷത്തോടെ ഞങ്ങൾ വെയിറ്റിംഗ് ആയിരിക്കും. See you soon. Bye bye.